ഹലോ ഫ്രണ്ട്സ്, വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാരുതി സുസുക്കിയുടെ കോഴഞ്ചേരിയിലുള്ള AVG മോട്ടോഴ്സിൻ്റെ ഷോറൂമിലാണ്. 2024 ഓൾ ന്യൂ മാരുതി സുസുക്കി ഡിസയറിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ഒഫീഷ്യൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം വാഹനത്തിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3rd ജനറേഷനിൽ നിന്ന് 4th ജനറേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത നമ്മുടെ പുതിയ ഡിസയർ. എന്താണ് ഇതിന് ഇത്ര പുതുമ? ഇതിൻ്റെ പുതുമ എന്താണെന്ന് വെച്ചാൽ സ്ലീക്ക് ആൻഡ് വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ന്യൂ ഡിസൈനാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻസ് കംപ്ലീറ്റ് പ്രീമിയം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. സ്റ്റാൻഡേർഡായിട്ട് തന്നെ 6 എയർ ബാഗ്, ABS, അതുപോലെ തന്നെ ചിൽഡ്രൻ സേഫ്റ്റിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള 3-point സീറ്റ് ബെൽറ്റ് റിയർ. ഒപ്പം തന്നെ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സെഡാനാണിത്. 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ ഇന്ത്യയിലെ ഒരു സെഡാനാണ് നമ്മുടെ പുതിയ ഡിസയർ. പിന്നെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സും സേഫ്റ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 360-degree ക്യാമറ, സൺറൂഫ്, ടയർ പ്രഷർ മോണിറ്റർ തുടങ്ങി ഏറ്റവും ആധുനികമായിട്ടുള്ള എല്ലാ ഇതും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള Pro Plus സ്റ്റീരിയോ ഉൾപ്പെടെയാണ് ഈ വാഹനത്തിന് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിൽ പഴയ ഡിസയറിൻ്റെ പേര് കടം കൊണ്ട് പുതിയ DNA-യിലാണ് നമ്മൾ ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റ്സ് ആയാലും 3 പോർട്ട് ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റ് ആണ്. അതുപോലെ തന്നെ വിഷൻ ക്ലിയർ ഫോഗ് ലാമ്പ്, അതുപോലെ ഇൻറ്റീരിയേഴ്സ് ഫ്ലഷ് ഇൻറ്റീരിയേഴ്സ് ആണ്. ഒപ്പം തന്നെ നമ്മുടെ ബൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കുറഞ്ഞ ലോഡിംഗ് ഹൈറ്റ് ഉള്ള ബൂട്ടാണ് നമ്മുടേത്. അതുപോലെ അതിൻ്റെ ലിപ് സ്പോയിലർ ഈ ഇടയ്ക്ക് പുതിയതായി ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു എലമെൻ്റാണ്. അതൊക്കെ ഈ വണ്ടിയുടെ അസ്തറ്റിക് ലുക്ക് വളരെ മറ്റ് സെഡാനുമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബോഡി ക്വാളിറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടാണല്ലോ നമ്മളെപ്പോഴും സേഫ്റ്റി പറയുന്നത്. സേഫ്റ്റിയിൽ 5 സ്റ്റാർ കിട്ടിയ ഒരു വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി ഇനി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. അടുത്ത ഫ്യൂച്ചർ നമ്മുടെ ഒരു എഞ്ചിനും Z സീരീസ് എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഒട്ടും പവർ ലോസ് ഇല്ലാതെ ഏറ്റവും നല്ല മാനുവറബിലിറ്റിയുള്ള എഞ്ചിൻ, ഗിയർ ബോക്സും ഒക്കെയാണ് നമ്മൾ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. സെഡാൻ സെഗ്മെൻറ്റിലെ ഡിസയർ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. ഡിസയർ ആയിരിക്കും ഇന്ത്യയിലെ നമ്പർ 1 സെഡാൻ. അടുത്ത 2-3 വർഷത്തേക്ക് അവാർഡ്സ് എല്ലാം ഡിസയർ വാങ്ങിക്കും. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ 2024 ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾ ന്യൂ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ 4th ജനറേഷൻ വാഹനം എത്തിയപ്പോൾ കമ്പനി സ്വിഫ്റ്റ് എന്ന മോഡൽ നെയിം പൂർണ്ണമായും നീക്കം ചെയ്തു. ഇപ്പോൾ മാരുതി സുസുക്കി ഡിസയർ എന്ന് മാത്രമാണ് മോഡൽ നെയിം. ഇതിനു മുമ്പുള്ള ഡിസയറുമായി ഈ വാഹനത്തിന് യാതൊരു സാമ്യവുമില്ല. അത്രയേറെ മാറ്റങ്ങളും പ്രത്യേകതകളും ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ വാഹനം മാരുതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനമാണ് മാരുതിയുടെ ഇന്ത്യയിൽ വിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മോഡലുകളിൽ ഒന്ന്. ഈ വാഹനം നിരത്തിലിറങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം 27 ലക്ഷം വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചു. 16 വർഷങ്ങൾ കൊണ്ടാണ് മാരുതി ഈ നേട്ടം കൈവരിച്ചത്.
ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധ നേടുക ഫ്രണ്ട് ഗ്രില്ലും എയർ ഡാമുമാണ്. കൂടാതെ ബാരൽ ടൈപ്പ് ഹെഡ്ലൈറ്റിനോടൊപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്ന ടെയിൽ ഇൻഡിക്കേറ്റേഴ്സുമാണ് കാണാൻ സാധിക്കുക. ക്രിസ്റ്റൽ ലൈറ്റ് ഹെഡ് ലാംപ്സ് എന്നാണ് മാരുതി ഈ ഡിസൈനിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള സ്ട്രൈപ്പിന് മുകളിലായിട്ടാണ് സുസുക്കിയുടെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു പ്രീമിയം ഫീലാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നൽകുന്നത്. വാഹനത്തിൻ്റെ എൻജിൻ ബേ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാനുണ്ട്. ഒരു ക്ലാമ്പ് ഷെൽ ബോണറ്റാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആൻഡ് ഹെവി ആയിട്ടുള്ള ബോണറ്റാണ്. വാഹനത്തിന് Z സീരീസ് 3 സിലിണ്ടർ എൻജിനാണ് വരുന്നത്. മാനുവലും AMD ഓട്ടോമാറ്റിക് വേർഷനും അവൈലബിൾ ആണ്. എൻജിൻ ബേ സീൽഡ് ആണ്. നല്ല ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് എൻജിൻ സൗണ്ട് ക്യാബിനിലേക്ക് എത്തുകയില്ല. കൂടാതെ എൻജിൻ്റെ ചൂട് കാരണം ബോണറ്റിൻ്റെ പെയിൻറ് കളർ ഫേഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പഴയ ഡിസയറിൽ നിന്നും പുതിയ വാഹനത്തിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ നീളത്തിലോ വീതിയിലോ ഉയരത്തിലോ യാതൊരു മാറ്റവുമില്ല. പക്ഷേ ഡിസൈനിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് വാഹനത്തോടൊപ്പം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കാഴ്ചയിൽ. ടോപ്പ് മോഡലുകളിൽ 360 ഡിഗ്രി ക്യാമറയും സൺറൂഫും അവൈലബിൾ ആണ്. നല്ല ഒരു ക്ലാസ് ലുക്ക് തരുന്ന ടെയിൽ ലാമ്പ് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. വളരെ ചെറുതായി സ്മോക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതിനാൽ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരുവാൻ മാരുതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രോം സ്ട്രിപ്പും ചെറിയൊരു സ്പോയിലർ ലിപ്പും കൂടി അതിന് മാറ്റു കൂട്ടുന്നു. ബേസ് വേർഷൻ മുതൽ ടോപ്പ് എൻഡ് മോഡൽ വരെ എല്ലാ വാഹനത്തിലും സ്പോയിലർ ലിപ്പ് മാരുതി നൽകുന്നുണ്ട്. റിയർ ബമ്പറിൽ 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിരിക്കുന്നു. ഏകദേശം 382 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വാഹനം നൽകുന്നുണ്ട്. വാഹനത്തിൻ്റെ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ മാരുതിയുടെ വാഹനങ്ങളിൽ ആദ്യമായി 5 സ്റ്റാർ റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റിൽ കിട്ടിയ ആദ്യത്തെ വാഹനം കൂടിയാണിത്. ബോഡി ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മസിൽ കാറുകളിൽ ഉള്ളതുപോലെയുള്ള ബൾജുകളും ബോഡി ലൈനുകളും ഒക്കെ കാണാം. സൈഡ് പാനലുകളും ഗ്ലാസ് ഏരിയയുടെ താഴെയായി കൊടുത്തിരിക്കുന്ന ക്രോം എലമെൻസും എല്ലാം വാഹനത്തിന് ഭംഗിയും ഗാംഭീര്യവും നൽകുന്നു. സ്പെയർ വീലിൽ 80 km/h എന്ന് കൊടുത്തിരിക്കുന്നു. ഇതുകൊണ്ട് മാരുതി ഉദ്ദേശിക്കുന്നത് പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലത്ത് വരെ എത്തിച്ചേരുക എന്നാവാം. അല്ലാതെ സ്പെയർ വീൽ ഉപയോഗിച്ച് ദീർഘദൂരം വാഹനം ഓടിക്കാം എന്നാവില്ല. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ സ്വിഫ്റ്റിൽ നിന്നും കടമെടുത്ത പല ഘടകങ്ങളും കാണാൻ കഴിയും. 9 ഇഞ്ച് ടച്ച് സ്ക്രീനിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, കൂടാതെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, 360 ഡിഗ്രി ക്യാമറയുടെ ഡിസ്പ്ലേ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. AC വെൻറ്റ്സ്, ക്ലൈമറ്റ് കൺട്രോൾ, കൂടാതെ ഒരു വയർലെസ് മൊബൈൽ ചാർജറും അതിൻ്റെ തൊട്ട് താഴെയായി നൽകിയിരിക്കുന്നു. പിൻഭാഗത്ത് 2 USB ചാർജിംഗ് പോയിന്റും നൽകിയിരിക്കുന്നു. നല്ല തായ് സപ്പോർട്ടുള്ള ഫാബ്രിക് സീറ്റ്സ് ആണ്. സ്റ്റിയറിംഗ് വീലും കീയും മാരുതിയുടെ തനത് രീതിയിൽ നിന്നും മാറ്റം വരുത്താതെ നിലനിർത്തിയിരിക്കുന്നു. മോശമല്ലാത്ത ഹെഡ് റൂമും ലെഗ് സ്പേസും ഈ വാഹനത്തിന് മാരുതി നൽകുന്നുണ്ട്. നിർമ്മാണ നിലവാരത്തിലുള്ള മാരുതിയുടെ കുതിച്ചുചാട്ടം എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. ഈ വാഹനത്തിൻ്റെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 24.79 km/ലിറ്റർ ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 6,79,000 മുതൽ
10,14,000 വരെയാണ് പുതിയ ഡിസയറിൻ്റെ വിവിധ വേരിയൻറ്റുകളുടെ വില. വാഹനത്തിൻ്റെ ബുക്കിങ്ങിനും ടെസ്റ്റ് ഡ്രൈവിനും ലോൺ സംബന്ധമായ വിവരങ്ങൾക്കും കോഴഞ്ചേരിയിലെ AVG മോട്ടോഴ്സുമായി ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2024 മാരുതി സുസുക്കി ഡിസയറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.